ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന രണ്ട് സ്ത്രീകളെ കുറിച്ചാണ്. ആരാണ് ഈ രണ്ട് സ്ത്രീകൾ? ഇതാണ് ഇന്ന് 24 ഒബ്സർവർ ബി ദിലീപ് കുമാർ വിശദീകരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയം രണ്ട് സ്ത്രീകളെക്കുറിച്ചാണ്. ഒന്ന്, ഡൽഹിയിലെ സുപ്രധാന വകുപ്പുകൾ, ധനം, റവന്യൂ, വിദ്യാഭ്യാസം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അതിഷി മർലേനയാണ്. മറ്റൊന്ന്, ലാലു പ്രസാദ് യാദവിൻ്റെ മകൾ രോഹിണി ആചാര്യയാണ്. ഈ രണ്ട് സ്ത്രീകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം അതിഷി മർലേന ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ, ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായിരുന്ന അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കസ്റ്റഡിയിലാണ്. AAPയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു അമരക്കാരൻ, മാത്രമല്ല ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ജനങ്ങളെ പിടിച്ചിരുത്താൻ കഴിയുന്ന ഒരു നേതാവ് ആണ് അവരെ സംബന്ധിച്ച് അരവിന്ദ് കെജ്രിവാൾ. മറ്റൊരു നേതാവിനെയും ഇതുവരെ AAP ആ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഒരു രണ്ടാമൻ എന്ന നിലയിലേക്ക് പരിഗണിച്ചിരുന്നതേയില്ല. പക്ഷേ ഇപ്പോൾ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള നേരമായിരിക്കുന്നു ആം ആദ്മി പാർട്ടിക്ക്. പ്രധാനമായും അതിഷി മർലേനയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയുടെയും പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രിക്ക് പകരക്കാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ പകരക്കാരി എന്ന നിലയിലേക്ക് അതിഷി മർലേന വന്നേക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ പോസ്റ്റുകളുള്ളത്. അതിൽ അതിഷി മർലേന എന്ന വളരെ ചുറുചുറുക്കാർന്ന ഒരു യുവ നേതാവാണ്. AAPയെ സംബന്ധിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ നേരത്തെ തന്നെ 2018 ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് അദ്ദേഹത്തിന് അവിടെ ഈ സ്കൂളുകളിൽ നടത്തിയ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്കൊക്കെ പിന്തുണയായിരുന്നത് അതിഷി മർലേനയാണ്. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് 2 വിഷയങ്ങളിൽ, ചരിത്രത്തിലും വിദ്യാഭ്യാസത്തിലും ബിരുദാനന്തര ബിരുദം നേടിയ അതിഷി മർലേന മധ്യപ്രദേശിലെ ഗ്രാമങ്ങളിൽ 7 വർഷത്തോളം അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയതിനു ശേഷമാണ് ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരുന്നത്. 2013 അവരുടെ പ്രചരണ സമിതി അംഗമായിരുന്നു. പിന്നീട് ഈ വിവാദം അതിഷി മർലേനയുമായി ബന്ധപ്പെട്ട് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ മർലേന എന്ന പേര് അതൊരു വിവാദമാക്കാൻ എതിരാളികൾ ശ്രമിച്ചു. അതിഷി മർലേന ഒരു വിദേശ പൗരത്വമുള്ള ആളാണ്, ജൂത സ്ത്രീയാണ്, ക്രിസ്ത്യൻ സ്ത്രീയാണ് എന്നൊക്കെയുള്ള തരത്തിൽ ചില പ്രചരണങ്ങൾ നടന്നപ്പോൾ മർലേന എന്ന പേര് അതിഷി തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. മർലേന എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നൽകിയ പേരായിരുന്നു. അതിഷി മർലേന സിംഗ് എന്നാണ് യഥാർത്ഥ പേര്. മർലേന മാർക്സ്, ലെനിൻ എന്നിവരോടുള്ള ആരാധന കൊണ്ട് ആ പേരുകൾ, മാർക്സിൻ്റെയും ലെനിൻ്റെയും ആ പേരുകളുടെ ആദ്യാക്ഷരം ചുരുക്കിയാണ് മർലേന എന്ന് ആക്കിയത്. പിന്നീട് ഇപ്പോൾ വളരെ ഡൽഹിയിൽ സജീവ ചർച്ചാ വിഷയമാണ് അതിഷി മർലേന എന്ന പേര്. മറ്റൊന്ന്, രോഹിണി ആചാര്യയാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ കുടുംബത്തിൽ നിന്ന് 4മതൊരു നേതാവ് കൂടി ഉദയം ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ സവിശേഷത. MBBS ബിരുദധാരിയായ രോഹിണി ആചാര്യയുടെ പേരിലും ഒരു സവിശേഷതയുണ്ട്. രോഹിണി നക്ഷത്ര നാളിലാണ് ഈ രോഹിണി ആചാര്യ ജനിച്ചത്. അതുകൊണ്ട് രോഹിണി എന്ന പേര് ചേർത്തു. മറ്റൊന്ന്, ആചാര്യ എന്ന പേര് ചേർത്തത് ഈ രോഹിണിയെ അതിൻ്റെ പ്രസവത്തിന് അവിടെ നേതൃത്വം നൽകിയ ഡോക്ടർ കമല ആചാര്യയായിരുന്നു. കമല ആചാര്യയ്ക്ക് ലാലു പ്രസാദ് യാദവ് പണം നൽകിയപ്പോൾ അത് സ്വീകരിച്ചില്ല. പകരം തൻ്റെ പേരിൻ്റെ ഒരു ഭാഗം ഈ കുട്ടിക്ക് നൽകിയാൽ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ രോഹിണി ആചാര്യ എന്ന് ആ കുട്ടിക്ക് പേര് നൽകുകയും ചെയ്തു. അമേരിക്കയിലും അതോടൊപ്പം സിംഗപ്പൂരിലുമൊക്കെ ആയിരുന്നു രോഹിണി ആചാര്യ. ഭർത്താവ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അങ്ങനെ ഭർത്താവിൻ്റെ ജോലിയുടെ ഭാഗമായി ആണ് അമേരിക്കയിലേക്ക് പോയത്. പിന്നീട് സിംഗപ്പൂരിലേക്ക് മാറിയിരുന്നു. ഇപ്പോൾ പക്ഷേ സരൺ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് രോഹിണി ആചാര്യ മത്സരിക്കുമെന്ന നിലയിലാണ് വാർത്തകൾ വരുന്നത്. അവിടെ രാജീവ് പ്രതാപ് റൂഡിയാണ് നിലവിലെ സിറ്റിംഗ് MP. നേരത്തെ ലാലു പ്രസാദ് യാദവിൻ്റെ തട്ടകമായിരുന്നു സരൺ. ഇത്തവണ രോഹിണി ആചാര്യ അവിടെ മത്സരിച്ചേക്കും. SKN ഒരു സവിശേഷത കൂടി ഇതിലുള്ളത്, രോഹിണി ആചാര്യയാണ് ലാലു പ്രസാദ് യാദവിന് ഒരു വൃക്ക നൽകിയത്. അത് ഇപ്പോൾ BJP ഒരു വിവാദമാക്കുന്നുണ്ട്. ലാലു പ്രസാദ് യാദവിന് കാശ് കൊടുത്ത് ഇത്തരത്തിൽ കാശ് വാങ്ങി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാറുണ്ട്. പക്ഷേ വൃക്ക വാങ്ങി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഇതാദ്യമെന്നാണ് BJP പറയുന്നത്. പക്ഷേ മകൾ പറയുന്നത് എൻ്റെ പിതാവിനാണ് താൻ വൃക്ക നൽകിയത്, അതിന് ജീവൻ നൽകാൻ പിതാവിനും അതോടൊപ്പം തന്നെ തൻ്റെ ജന്മ സംസ്ഥാനമായ ബീഹാറിനും വേണ്ടി ജീവൻ നൽകാൻ താൻ തയ്യാറെന്നാണ് രോഹിണി ആചാര്യ വിവാദങ്ങൾക്ക് മറുപടിയായി പറയുന്നതും. SKN. ഓക്കെ, താങ്ക് യു ബി ദിലീപ് കുമാർ. വളരെ ക്രൂരമായിരിക്കുന്നു രാഷ്ട്രീയത്തിൻ്റെ ചില തലങ്ങൾ. ബി ദിലീപ് കുമാർ സൂചിപ്പിച്ചതുപോലെ മകൾ അച്ഛന് കിഡ്നി കൊടുത്താലും അതിലും രാഷ്ട്രീയം കലർത്തുന്നത് സിമ്പിൾ ഭാഷയെ പറഞ്ഞാൽ ക്രൂരമാണ്.